ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ ദൃശ്യം 3 റിലീസാകുകയാണ്. അതിന്റെ ട്രെയിലർ ഇന്നലെ എത്തിയിരുന്നു. ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദൃശ്യം 3. വരുണിനെ കൊന്നു കുഴിച്ചിട്ടു, പക്ഷെ അസ്ഥി ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിനാൽ തന്നെ ജോർജ് കുട്ടി കുറ്റക്കാരനുമല്ല. വെറും ഒരു 4ാം ക്ലാസ്സുകാരന്റെ മുന്നിൽ IPS ഉദ്യോഗസ്ഥർ തോറ്റുപോയതാണ് ഇവിടെ കൂടുതൽ വിവാദമായ വിഷയം. സിനിമാ പ്രേമിയായ ഒരു തിയേറ്റർ ജീവനക്കാരൻ തന്റെ ജീവിതം വഴിമുടക്കാൻ വന്ന ഒരാളെ കൊലപ്പെടുത്തി. സ്വന്തം കുടുംബത്തെക്കാൾ വലുതല്ല ഒരു സാധാരണക്കാരന് മറ്റൊന്നും എന്നതിനാൽ അയാൾക്ക് അതിൽ കുറ്റബോധവുമില്ല. ഇനി പ്രേക്ഷകർക്ക് അറിയേണ്ടത്, ജോർജ് കുട്ടി അറസ്റ്റിലാകുമോ, വരുണിന്റെ ബോഡി കിട്ടുമോ, മക്കൾ വേറെ വിവാഹം കഴിഞ്ഞു കാണും, അങ്ങനെ ഒട്ടേറെ കാര്യങ്ങൾ. വർഷങ്ങളായി നമുക്കൊപ്പം ജീവിക്കുന്ന മറ്റൊരു കുടുംബമാണ് ജോർജ് കുട്ടിയുടേത്. നമ്മുടെ ഇടയിൽ എവിടെയോ ജീവിക്കുന്ന അച്ഛൻ, അമ്മ, മക്കൾ, ചായക്കട, പോലീസ് സ്റ്റേഷൻ, അതിൽ വ്യത്യസ്ത സ്വഭാവമുള്ള പോലീസുകാർ, രാഷ്ട്രീയക്കാർ, അയൽവകത്തെ ആളുകൾ തുടങ്ങി നമ്മുടെ ഇടയിൽ അവർ വർഷങ്ങളായി ജീവിക്കുന്നു. അതിൽ ഒരാൾക്ക് പറ്റിയ ബുദ്ധിമുട്ട് വർഷങ്ങളായി തീരുമാനമില്ലാതെ തുടർന്നു പോവുകയാണ്. അതിനി എന്താണ് പരിഹാരം? ഇതറിയാനാണ് എല്ലാവരും കാത്തിരിക്കുന്നത്. അങ്ങനെ ഈ കാത്തിരിപ്പുകൾക്കെല്ലാം വിരാമം സൃഷ്ടിച്ചുകൊണ്ടുള്ള വരവാണ് മെയ് 21 തിയേറ്ററുകളിൽ എത്തുന്നത്.